ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കർമ്മൂസ മുറിച്ചിട്ടാണ്. ഇതിലേക്ക് ഇതാ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, ഉള്ളി, ഉപ്പ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ വെക്കൽ തൂമിച്ചുകാണ്ട് അതിലിട്ടുകാണ്ട് ഇതാക്കലെന്ന് അങ്ങനെയല്ല വെക്കുന്നത് കേട്ടാ. ഇന്ന് ഞാൻ വെക്കുന്നത് ഇങ്ങനെ ഇതിലിട്ടിട്ട് ഒരിറ്റ് വെള്ളം വെച്ചിങ്ങാണ്ട് ഒന്ന് ഇത് നല്ലൊന്ന് ഇതാക്കി എടുക്കും. വെള്ളം ഒന്ന് ഒരിത്തിരി വെള്ളം ഇട്ടിക്കുള്ളൂ. എന്നിട്ട് ഇത് വറവിടുള്ളൂ. ഇന്ന് അങ്ങനത്തെ രീതിയിലാണ് വെക്കാൻ പോണത് കേട്ടാ. ഇതാ ഇറ്റ് വെള്ളം ഇട്ടിച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതാ വെള്ളം ഇല്ല കേട്ടോ. ഇതുണ്ടോ വെള്ളം ഇല്ല. ഒന്ന് ആവിക്ക് വെച്ച മാതിരിയായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വറവിട്ടുണ്ട്. ഇത് വെള്ളത്തറണേ. അപ്പോൾ ഉപ്പേരി വെച്ച വേറൊരു കളറല്ലേ ഈ പൊടിമുളകൊക്കെ. പൊടിമുളക് ഇട്ടിട്ടേ ഇപ്പോൾ വറ്റൽമുളകിന് നീളമുള്ള ഇട്ടിട്ട് ഉണ്ടാക്കാൻ പോണത്. വലിയ മുളക് മറ്റേ പൊടി കഴിഞ്ഞാണ് വറ്റൽമുളക് ഇടല്. കടുക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് വറ്റൽമുളകും കൂടെ ഇതിലിട്ട് കൊടുത്ത് ഇതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് വറവിടണം. അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഇതാ പിള്ളേരന്മാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം രണ്ടും കൂടെ ഒന്ന് ഇതാവട്ടെ. തീ ഓഫാക്കിട്ടോ നിൽക്കുന്ന പിള്ളേരന്മാരൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ട് ഇളക്കുക. ഇപ്പോൾ ഇത് കളറ് മാറില്ല. ഇങ്ങനെ വെള്ളം നിറഞ്ഞതന്നെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ വെക്കുമ്പോൾ കളറ് മാറിയിട്ടല്ല ഉണ്ടാവൽ. കാരണം അതിൽ വറ്റൽമുളക് ഇടുമ്പോൾ പിന്നെ വെളുത്തുള്ളി ഇടും. അതിലും കൂടെ ഇടുമ്പോൾ ഒരു മഞ്ഞ നിറം കൊടുങ്ങും. ഓക്കെ ഇതട്ടാ ഒക്കെ റെഡിയാക്കി ഇളക്കിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ഓക്കെ, ഇതിൻ്റെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.